സോ 21st ജൂലൈ മുതൽ 13th ജൂലൈ വരെയായിരുന്നു ആദ്യ അലോട്ട്മെന്റ്. ഈ ഒരു ഡേറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബിക്കോസ് ഇതില്ലെങ്കിൽ നമ്മൾ കേരള റാങ്ക് ലിസ്റ്റിൽ പോലും ഉൾപ്പെടില്ല. ഓൾ ഇന്ത്യയിൽ നിന്നും വളരെയധികം വ്യത്യാസങ്ങളാണ് സ്റ്റേറ്റ് കൗൺസിലിംഗിലേക്ക്. ഹായ് ഡിയേഴ്സ്, ദിസ് ഇസ് അഞ്ജിത ഫ്രം ആർക്കിടെക്ട്. സോ മക്കളെ, നിങ്ങൾക്ക് ഏറെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അലോട്ട്മെന്റ് പ്രോസസ്. ബിക്കോസ് അലോട്ട്മെന്റ് പ്രോസസ് കൺഫ്യൂഷൻ വരാനുള്ള കാരണം ഓൾ ഇന്ത്യ കോട്ട എന്ന് നിങ്ങൾ കേട്ടിരിക്കും. ഇപ്പോൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ജിപ്മർ ക്യാമ്പസുകളിലേക്ക് എത്തുക, എയിംസ് ക്യാമ്പസുകളിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് ഏതൊക്കെയാണ്, കേരളത്തിലെ മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് ഏതാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഏകദേശം ഒരുപാട് കാര്യങ്ങൾ, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു ക്ലാരിഫിക്കേഷൻ തരികയാണ് മക്കളെ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ ക്ലാരിഫൈ ചെയ്യാനാണ് മാം വിചാരിക്കുന്നത്. യെസ്, റെഡി. അപ്പൊ നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്, +1 അലോട്ട്മെന്റ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരാണ് നിങ്ങൾ. ആ അലോട്ട്മെന്റ് പ്രോസസ്സിനെ നീറ്റിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ വിളിക്കുന്നതാണ് കൗൺസിലിംഗ്. നീറ്റിന്റെ കൗൺസിലിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി അലോട്ട്മെന്റ് എന്നുള്ള ടേമിന് പകരം നിങ്ങൾ കേൾക്കുക കൗൺസിലിംഗ് എന്നായിരിക്കും കേട്ടോ, നീറ്റ് കൗൺസിലിംഗ്. ഈ നീറ്റ് കൗൺസിലിംഗ് 2 വിധത്തിലാണ്. ഒന്ന് ഓൾ ഇന്ത്യ കൗൺസിലിംഗും ഒന്ന് സ്റ്റേറ്റ് കൗൺസിലിംഗും. അപ്പൊ 2 അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടിലും നമ്മൾ അപ്ലിക്കേഷൻ ഫീ, രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ എവിടൊക്കെയാണെന്ന് നോക്കാം. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയും സ്റ്റേറ്റ് കൗൺസിലിംഗ് വഴിയും വേരിയസ് മെഡിക്കൽ കോളേജുകളിലേക്കാണ് അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക. അത് ഏതൊക്കെയാണെന്ന് മിസ് പറഞ്ഞുതരാം. അതിൽ നിങ്ങൾക്ക് വേണ്ട കോളേജ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ അലോട്ട്മെന്റിൽ പങ്കെടുത്താൽ മതി. നിങ്ങൾ രണ്ടിലും പങ്കെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് മാത്രം മതി, അല്ലെ ഓൾ ഇന്ത്യ മാത്രം മതി. പക്ഷെ രണ്ടിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. യെസ്, ആദ്യം നമുക്ക് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനെ പറ്റി തന്നെ കേൾക്കാം. എന്താണ് ഓൾ ഇന്ത്യ കൗൺസിലിംഗ്? ഇപ്പൊ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ ആദ്യം സ്റ്റേറ്റ് കൗൺസിലിംഗ് പറയാല്ലേ, അപ്പൊ കുറച്ചും കൂടി ഈ ഒരു സാധനം ക്ലിയർ ആവുമേ. സ്റ്റേറ്റ് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെയുള്ള എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെയും 100% സീറ്റുകളിലെ 85% സീറ്റുകൾ, ഓക്കെ ശ്രദ്ധിച്ചു കേട്ടോ, 85% സീറ്റുകൾ സ്റ്റേറ്റ് കോട്ട സീറ്റുകൾ എന്ന് നമ്മൾ പറയും. സ്റ്റേറ്റ് കോട്ട, ഓക്കെ. സ്റ്റേറ്റ് കോട്ട എന്ന് വെച്ചാൽ സ്റ്റേറ്റിന് അവകാശപ്പെട്ട സീറ്റുകളാണത്. കേരളത്തിന്റെ ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടുത്താൽ അവിടെയുള്ള മുഴുവൻ സീറ്റുകളുടെ 85% സീറ്റും സ്റ്റേറ്റ് കോട്ടയാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് മാത്രമുള്ളതാ. കേരളത്തിന്റെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന, കേരളത്തിൽ നിന്നും നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കേരളത്തിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ 85% സീറ്റുകൾ. ഇത് കൂടാതെ നമ്മുടെ സെൽഫ് ഫിനാൻസിങ്, നമ്മുടെ പ്രൈവറ്റ്, ഇവിടെയുള്ള കേരളത്തിലുള്ള പ്രൈവറ്റ് കോളേജുകളില്ലേ, ആ ഒരു പ്രൈവറ്റ് കോളേജുകളിലേക്കുള്ള അലോട്ട്മെന്റ് നടക്കുന്നതും സ്റ്റേറ്റ് കൗൺസിലിംഗ് ത്രൂ ആണ്. അപ്പോൾ സ്റ്റേറ്റ് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ആ നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ എവിടേക്കാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലത്തെ, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് പോലത്തെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 85% സീറ്റ്, 100 സീറ്റുള്ള ഒരു കോളേജിലെ 85 സീറ്റ്. ഇത് കൂടാതെ പ്രൈവറ്റ് കോളേജുകൾ, കേരളത്തിലുള്ള പ്രൈവറ്റ് കോളേജുകളിലെ പാമല മെഡിക്കൽ കോളേജ് പോലത്തെ, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് പോലത്തെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള കോളേജുകളിലേക്കുള്ള സീറ്റുകളിലേക്കും അലോട്ട്മെന്റ് നടക്കുക ഈ സ്റ്റേറ്റ് കൗൺസിലിംഗ് വഴിയാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് മിസ് പറഞ്ഞുതരാം. ഇപ്പൊ സ്റ്റേറ്റിന് അണ്ടറിൽ വരുന്ന എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കാം. റെഡി? അപ്പൊ നിങ്ങൾ ചോദിക്കും, ബാക്കി 15% സീറ്റ് എവിടെ പോയി? അല്ലെ, സ്റ്റേറ്റില് ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ബാക്കി 15% സീറ്റ് എവിടെ, അല്ലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബാക്കി 15% സീറ്റ് എവിടെ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. ആ 15% സീറ്റുകളിൽ, അതായത് 100-ൽ 15% സീറ്റ്, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമോ? ചെയ്യാം. പക്ഷെ അവിടെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ അവിടെ നിങ്ങളുടെ കൂടെ തമിഴ്നാട്ടിലെ കുട്ടിയാണ്, ഡൽഹിയിലെ കുട്ടിയാണ്, കർണാടകത്തിലെ കുട്ടിയാണ്, ഓക്കെ, നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള പല സ്റ്റേറ്റുകളുടെയും യൂണിയൻ ടെറിട്ടറീസിലെയും നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ 15% സീറ്റിലേക്ക് കൊടുക്കാം. അതിലെ ബെനിഫിറ്റ് എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ 15% സീറ്റിലേക്ക് കൊടുക്കാം, കേരളത്തിലും കൊടുക്കാം. കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓൾ ഇന്ത്യ കോട്ട ഈ ഒരു സീറ്റിന്, ഈ 15% സീറ്റിന് നമ്മൾ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് എന്നാണ് പറയാ. മറ്റേത് സ്റ്റേറ്റിന്റെ കോട്ട.
സ്റ്റേറ്റ് കോട്ട, ഈ 15% ഓൾ ഇന്ത്യ കോട്ട. ഓൾ ഇന്ത്യ കോട്ടയുടെ പ്രത്യേകത ആ പേരിൽ തന്നെ ഉണ്ട്, ഓൾ ഇന്ത്യ. ഇന്ത്യയിൽ മുഴുവനുള്ള വിവിധ സ്റ്റേറ്റുകളിലെ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള സീറ്റുകളാണ് ഈ 15% സീറ്റ്. അപ്പൊ 85% അത് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് മാത്രം അവകാശപ്പെട്ട സീറ്റുകൾ, നമ്മുടെ കേരളയുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ മത്സരം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കേരളത്തിലെ കുട്ടികളിലേക്ക് മാത്രം ഒതുങ്ങും. പക്ഷെ ഇവിടെ എന്താണ്, ഇന്ത്യയിലെ മുഴുവൻ കുട്ടികളിലേക്കും ആ ഒരു മത്സരം വ്യാപിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്, എന്നാ പിന്നെ ഓൾ ഇന്ത്യ കോട്ടയൊക്കെ കൊടുത്ത് ഞങ്ങൾ വെറുതെ കഷ്ടപ്പെടണോ? കഷ്ടപ്പെടണം. കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ മാത്രമല്ല ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി നടക്കുക. ഈ ഒരു ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ എയിംസ് കോളേജുകൾ, ഓക്കെ, ഇന്ത്യയിലുള്ള വിവിധ എയിംസ് കോളേജുകൾ, എയിംസ് ഡൽഹി പോലത്തെ കോളേജുകളിലേക്കും അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇങ്ങനത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും ഡൽഹി യൂണിവേഴ്സിറ്റി കോട്ട, ജിപ്മർ ക്യാമ്പസുകൾ, ഇന്ത്യയിൽ 2 ജിപ്മർ ക്യാമ്പസുകളുണ്ട്, ഈ ജിപ്മറിലേക്ക് പോകാനും, ദെൻ AFMC നിങ്ങളുടെ ഡ്രീം കോഴ്സുകൾ ഒന്നാണ് അല്ലെ. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ MBBS ചെയ്യാം നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. മെസ് ഫീസോ ട്യൂഷൻ ഫീസോ ഒരു ഫീസും കൂടാതെ നിരവധി അലവൻസുകൾ വാങ്ങി AFMCയിൽ MBBS ചെയ്യാം നമുക്ക്. ദെൻ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് കോളേജുകളിലെ അമൃത യൂണിവേഴ്സിറ്റി പോലത്തെ, മണിപ്പാൽ പോലത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് കോളേജുകൾ കോടികളാണ് അവിടുത്തെ ഫീ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. സോ ഇതുപോലത്തെ ഡീംഡ് കോളേജുകൾ, ESI കോട്ട, ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ MCCയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം വരാൻ പോകുന്ന അലോട്ട്മെന്റ് പ്രോസസ്സ് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ്. ആ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ ഈ പറഞ്ഞ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് മാത്രമല്ല, ഈ പറഞ്ഞ ജിപ്മറും സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ഒക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ AFMCയിലൊക്കെ മക്കൾക്ക് കയറണമെങ്കിൽ നിങ്ങൾ ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പങ്കെടുക്കണം. ഓൾ ഇന്ത്യ കൗൺസിലിംഗ്. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നടക്കുന്നത് MCCയുടെ വെബ്സൈറ്റ് ത്രൂ ആണ്. ഇതുവരെ നമുക്ക് ഹോൾ ടിക്കറ്റ് തന്നതും നമുക്ക് എക്സാം ഇട്ടതും നമ്മുടെ റിസൾട്ട് പറഞ്ഞു തന്നതും ഒക്കെ NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അവരുടെ ഡ്യൂട്ടി അങ്ങോട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നടത്താനുള്ള എല്ലാ ഉത്തരവാദിത്വവും MCCക്കാണ്. സോ MCCയുടെ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ഈ അലോട്ട്മെന്റ് നടക്കുക. ഈ വെബ്സൈറ്റിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. എന്നാണ് അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അന്ന് തൊട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഓപ്ഷൻസ് കൊടുത്തു തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട, ആ ടൈമിൽ നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് കൗൺസിലിംഗ്. സ്റ്റേറ്റിന്റെ, നമ്മുടെ സ്റ്റേറ്റ് ഏതാ? കേരള. അപ്പൊ കേരളത്തിന്റെ കൗൺസിലിംഗ് നടക്കുന്നത് CEEയുടെ, കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലൂടെയാണ്. രണ്ടും രണ്ട് തന്നെയാണ് മക്കളെ. അപ്പോൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി കോഴിക്കോട് പോലത്തെ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് പോലത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ 15% സീറ്റുകൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പങ്കെടുക്കണം. ജിപ്മറിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ, എയിംസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പങ്കെടുത്തേ മതിയാവൂ. ഇനി സ്റ്റേറ്റ് കൗൺസിലിംഗോ? സിയുടെ സ്റ്റേറ്റ് കൗൺസിലിംഗിൽ എന്തിനു വേണ്ടിയിട്ടാ? ബാക്കി വരുന്ന 85% സീറ്റുകളിലേക്കും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് കൗൺസിലിംഗിൽ, നമ്മുടെ കേരളത്തിന്റെ കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കണം. റെഡി? ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുന്നു മിസ്സിന് തോന്നുന്നു. ഇനി നമ്മൾ കുറച്ച് ഡേറ്റുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ പറയാം. എന്നാണ് ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക, എന്നാണ് കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. അതിനു മുൻപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഞാൻ നിങ്ങളോട് പറയാണ്. ഈ ഡേറ്റ് ഓർത്ത് വെച്ചില്ലെങ്കിൽ കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പോലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിലെ സീറ്റുകൾ നമുക്ക് നഷ്ടമാകുന്നതായിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം ജൂൺ 14-നാണ് റിസൾട്ട് വന്നത് അല്ലെ. ജൂൺ 14-ന് ശേഷം ജൂലൈ 16-ന്റെ പ്രത്യേകത, കൃത്യം ഒരു മാസത്തിന് ശേഷം നമ്മുടെ സിയുടെ വെബ്സൈറ്റിൽ, കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ നീറ്റിന്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇതെന്തിനാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റാ. നിങ്ങളിപ്പോ AAR1 AAR2 എന്നൊക്കെ പറഞ്ഞു കാണാം. ഓൾ ഇന്ത്യ റാങ്ക് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ആ ഓൾ ഇന്ത്യ റാങ്ക് ചിലപ്പോൾ നിങ്ങൾക്ക് 10,000 ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ 21,000 ആയിരിക്കും. എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ റാങ്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ റാങ്കിനെ, ഈ ഓൾ ഇന്ത്യ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ അലോട്ട്മെന്റ് പ്രോസസ് ഒക്കെ നടക്കാൻ പോകുന്നത്. എയിംസിലേക്കുള്ളതും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ളതും അതേപോലെ ജിപ്മർ ക്യാമ്പസുകളിലേക്കുള്ളതും
പിന്നെ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റിലേക്കും അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഈ ഓൾ ഇന്ത്യ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവിടെയൊക്കെ നിങ്ങളോട് മത്സരിക്കാൻ ഇന്ത്യയിലെ എല്ലാ കുട്ടികളും ഉണ്ട്. നീറ്റ് ക്വാളിഫൈഡ് ആയ എയിംസിലേക്ക് ചെല്ലുമ്പോഴും ജിപ്മറിലേക്ക് ചെല്ലുമ്പോഴും AFMCയിലേക്ക് ചെല്ലുമ്പോഴൊക്കെ ഇന്ത്യയിലെ എല്ലാ കുട്ടികളായിട്ട് വേണം നിങ്ങൾ മത്സരിക്കാൻ. എന്നാൽ മക്കൾ ശ്രദ്ധിച്ചോ, ഇപ്പൊ വന്ന AARല് ഇപ്പൊ ഹരിയാനയുണ്ട്, പഞ്ചാബ് ഉണ്ട്, അല്ലെ, കർണാടകയുണ്ട്, കേരളം ഉണ്ട്, തമിഴ്നാടുണ്ട്, അങ്ങനെ പല പല സംസ്ഥാനങ്ങളുണ്ട്. ഇതില് കേരളത്തിൽ നിന്ന് കിട്ടിയ കുട്ടികളെ മാത്രം സോർട്ട് ചെയ്ത് കേരള റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും. കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും കേരള എൻട്രൻസ് കമ്മീഷണർ. അത് എന്തിനാണെന്ന് ചോദിച്ചാല്, എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഇപ്പൊ ഹരിയാന, പഞ്ചാബ്, കേരളം. ഇപ്പം ഒരു ഹരിയാനയിലെ കുട്ടിക്ക് 1, പഞ്ചാബിലെ കുട്ടിക്ക് 2, കേരളത്തെ കുട്ടിക്ക് 3ാമത്തെ റാങ്ക് കിട്ടിയെന്ന് കരുതുക. ഞാൻ വെറുതെ ഇട്ടേക്കുന്നതാണ്, നമുക്കറിയാം കേരളത്തിലെ കുട്ടിയല്ല 3rd റാങ്ക്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. അപ്പൊ കേരളത്തിലെ കുട്ടിക്ക് 3rd റാങ്ക്, അടുത്ത തമിഴ്നാട്ടിലെ കുട്ടിക്ക് 4th റാങ്ക്, കർണാടകയിലെ കുട്ടിക്ക് 5th റാങ്ക്, എഗെയിൻ കേരളത്തിലെ കുട്ടിക്ക് 6th റാങ്ക്, അങ്ങനെ വന്നു. അപ്പോ കേരളത്തിലെ ആദ്യത്തെ കുട്ടി ഏതാ? 3rd റാങ്ക് കിട്ടിയ കുട്ടി. ഈ 3rd റാങ്ക് കിട്ടിയ കുട്ടിയായിരിക്കും നമ്മുടെ കേരള റാങ്ക് ലിസ്റ്റിലെ നമ്പർ 1, കേരള റാങ്ക് 1 എന്ന് പറയുന്നത്. അടുത്ത കേരളത്തിലെ കുട്ടിക്ക് എത്രാമത്തെ റാങ്ക്? 6ാമത്തെ റാങ്ക്. അപ്പൊ ഓൾ ഇന്ത്യ റാങ്ക് 6 കിട്ടിയ ഈ കുട്ടിയായിരിക്കും കേരള റാങ്ക് 2 എന്ന് പറയുന്നത്. സോ ഈ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കേരളത്തിലെ കുട്ടികളെ മാത്രം സോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടാണ് CEE ത്രൂ നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷണർ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മക്കളെ വന്ന് നിങ്ങളുടെ സ്കോർ കാർഡ് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ ഓൾ ഇന്ത്യ റാങ്ക് കറക്റ്റ് ആണോ, നിങ്ങളുടെ പെർസെൻറ്റേജ് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ഞങ്ങളോട് വന്ന് പറയുക എന്ന് എൻട്രൻസ് കമ്മീഷണർ പറയുന്നതിന്റെ റീസൺ അതാണെങ്കിൽ മാത്രമല്ലേ പുള്ളിക്ക് സോർട്ട് ചെയ്തിട്ട് കേരളത്തിന്റെ മാത്രമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂ. അല്ലെ, ഇത് മൊത്തം സ്റ്റേറ്റുകളുടെ റാങ്ക് ലിസ്റ്റാണ്. ഇതിൽ നിന്ന് കേരളത്തിന്റെ മാത്രം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് നീറ്റ് റിസൾട്ട് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഇതിന്റെ ഡേറ്റ് ജൂലൈ 16 ആയിരുന്നു. ഈ വർഷം നമ്മൾ ജൂലൈ 16 കഴിഞ്ഞു, ഓഗസ്റ്റ് 16 വരുമോ എന്നുള്ളത് ഒരു ഡൗട്ടിൽ നിൽക്കുകയാണ്. കാരണം നീറ്റ് റിസൾട്ട് ഡിലേ ആയിരുന്നു, എക്സാം റീനീറ്റ് നടന്നു. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 1 മന്തിൽ വരുമോ എന്നുള്ള കാര്യം നമുക്കൊരു കൺഫ്യൂഷന് തന്നെ നമ്മൾ നിൽക്കുകയാണ്. ബട്ട് എക്സ്പെക്ട് ചെയ്യാം, വരാനുള്ള സാധ്യതയുണ്ട്. നീറ്റ് റിസൾട്ട് വന്നു, ഇപ്പോൾ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് വന്നു. സോ ഉടനെ തന്നെ എന്തായിരിക്കും, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കേരള റാങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. യെസ്, റെഡി, ഓക്കെ. അപ്പൊ കഴിഞ്ഞ തവണ ജൂൺ 14 വന്നു, ജൂലൈ 16, കൃത്യം 1 മാസം മുൻപേ, 1 മാസത്തിന് ശേഷമാണ് ഈ ഒരു നീറ്റ് റിസൾട്ട് അപ്ലോഡ് ചെയ്യാനുള്ളത് വന്നത്. അപ്പൊ ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 1st വീക്കൊക്കെ നമ്മൾ 1st or 2nd വീക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം നീറ്റിന്റെ റിസൾട്ട് വന്നു, കുറെ ഡേയ്സ് ആയി, അതിന്റെ റാങ്ക് ലിസ്റ്റും വന്നു കഴിഞ്ഞു. സോ ഉടനെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. റെഡി? യെസ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സിയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ നീറ്റ് റിസൾട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ചെയ്തതിന് ശേഷം എന്ത് പബ്ലിഷ് ചെയ്യും? കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. കഴിഞ്ഞ തവണ ജൂലൈ 25 പ്രൊവിഷണൽ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് വന്നത്. ജൂലൈ 28 എന്ത് വന്നു? ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ്, ഫസ്റ്റ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഈ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കേരളത്തിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക. ഈ ഒരു കാര്യം ക്ലിയർ ആണല്ലോ. ഇപ്പൊ വന്ന ഓൾ ഇന്ത്യ റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജിപ്പർ കോളേജുകളിലേക്കും എയിംസിലേക്കും കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്കും ഒക്കെ അലോട്ട്മെന്റ് നടക്കുക. ബാക്കി 85 സ്റ്റേറ്റിന് അവകാശപ്പെട്ട, കേരളത്തിന് അവകാശപ്പെട്ട ബാക്കി 85% സീറ്റുകളിലേക്കും പ്രൈവറ്റ് കോളേജുകളുടെ സീറ്റുകളിലേക്കും ഒക്കെ അലോട്ട്മെന്റ് നടക്കുക. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? കേരള റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റുകൾ, കൗൺസിലിംഗ് ഡേറ്റുകൾ കാണിച്ചു തരാൻ പോവാണ്. അലോട്ട്മെന്റ് ഡേറ്റുകൾ കഴിഞ്ഞ വർഷം ജൂലൈ 21 മുതൽ 30 വരെയാണ് ആദ്യ അലോട്ട്മെന്റ് പ്രോസസ്, കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം നടക്കുക ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് ആയിരിക്കും. ഓക്കെ, ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വന്നതിന് ശേഷമായിരിക്കും സ്റ്റേറ്റിന്റെ, സംസ്ഥാനത്തിന്റെ അലോട്ട്മെന്റ് നടക്കുക. അപ്പൊ ആദ്യം നടക്കുന്നത് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ആണ്. ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ജൂലൈ 21 തൊട്ട് 30 വരെ. ഇനി സ്റ്റേറ്റിന്റെ അലോട്ട്മെന്റ് നടക്കാൻ ആദ്യം വന്ന സ്കെഡ്യൂൾ ആണെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അതായത് ആദ്യം ഒരു സ്കെഡ്യൂൾ ഇടും, പിന്നെ ചിലപ്പോൾ കുട്ടികൾ ഉണ്ട് എന്ന് കണ്ടാൽ അവർ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും. ബട്ട് ഏകദേശം ഇതേ ഡേറ്റ് തന്നെയാണ്. എന്താണ്, ചെറിയ വ്യത്യാസങ്ങളെ വന്നിട്ടുള്ളൂ. പ്രോപ്പറായിട്ട് തന്നെ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. യെസ്, സ്റ്റേറ്റ് കൗൺസിലിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യം വന്ന സ്കെഡ്യൂൾ ആണ് കാണിക്കുന്നത് കേട്ടോ. ജൂലൈ
30 മുതൽ ഓഗസ്റ്റ് 6 വരെയാണ് കേരളയുടെ അലോട്ട്മെന്റ് പ്രോസസ്സിനുള്ള, കേരളം പോലത്തെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലുമുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിനുള്ള സ്കെഡ്യൂൾ തന്നത്. അപ്പൊ 21 ജൂലൈ തൊട്ട് 30 ജൂലൈ വരെ ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റും ജൂലൈ 30 മുതൽ കേരളയുടെ അലോട്ട്മെന്റും. ഏകദേശം അതേ ഡേറ്റിൽ തന്നെ എന്ത് വന്നു, ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നിരുന്നു കേരളത്തില്. അതായത് ഇവർ ഈ പറഞ്ഞ സ്കെഡ്യൂൾ പ്രകാരം തന്നെ കഴിഞ്ഞ വർഷം ജൂലൈ 30 ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു കേരളത്തിലേക്കുള്ള. അതായത് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ഏതൊക്കെയാണ് നിങ്ങൾ ടോപ്പ് ലിസ്റ്റ് വെക്കുന്നത്, അതിൽ MBBS ആണോ ആദ്യം വെക്കുക, BDS ആണോ ആദ്യം വെക്കുക, ഈ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നിരുന്നു ജൂലൈ 30ക്ക് വന്നിരുന്നു. പക്ഷേ ആ ഒരു അലോട്ട്മെന്റ് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നടന്നിരുന്നു. എനിവേ ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നിരുന്നു. ഓഗസ്റ്റ് 8 പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നിരുന്നു കഴിഞ്ഞ തവണ കേട്ടോ. ഓപ്ഷൻ രജിസ്ട്രേഷന് ശേഷം ഓഗസ്റ്റ് 8 താൽക്കാലിക അലോട്ട്മെന്റ് അന്ന് പബ്ലിഷ് ചെയ്തു. പക്ഷെ അന്ന് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. എനിവേ ഒരു 8 ദിവസത്തിനുള്ളിൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങി ഒരു 8 ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. പിന്നെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും. ഇത് കേരളത്തിന്റെ ഡേറ്റ് ആണ് പറഞ്ഞത്. ഓൾ ഇന്ത്യയുടെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ജൂലൈ 21 മുതൽ 13 വരെയായിരുന്നു ആദ്യ അലോട്ട്മെന്റ്. കേരളയുടെ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ് ജൂലൈ 13. ഓക്കെ, റെഡി അല്ലേ? ഇനി ബാക്കിയുള്ള സ്കെഡ്യൂളുകൾ ഞാൻ പറയുന്നില്ല. മേജർ ആയിട്ടുള്ള 3 റൗണ്ടുകളുടെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട 3 റൗണ്ടുകളുടെയും. പക്ഷേ മക്കളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അലോട്ട്മെന്റ് ഒരു വളരെ വലിയ ലെങ്തി പ്രോസസ്സാണ്. അതായത് ഇപ്പൊ തുടങ്ങിയാൽ തന്നെ ജനുവരി വരെ ഇതിന്റെ സ്ട്രേ വേക്കൻസി ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. സോ അത്രയും മാസം നീണ്ടു നിൽക്കുന്ന വളരെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു അലോട്ട്മെന്റ് പ്രോസസ്സാണ് നീറ്റിന്റെ കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്ട്രേ വേക്കൻസി റൗണ്ട് ഒക്കെ ആയിരിക്കും ആ മാസമൊക്കെ നടക്കുക, ഡിസംബറിലും. എനിവേ ഒരു ഒക്ടോബർ നവംബർ വരെ മെയിൻ റൗണ്ടുകളൊക്കെ ഇങ്ങനെ നിലനിൽക്കും. റെഡി? ഇത്തവണ കുറച്ചും കൂടി ഡിലേ ആണ് കാര്യങ്ങൾ. കഴിഞ്ഞ തവണ റിസൾട്ടും നേരത്തെ ആയിരുന്നു, എല്ലാ കാര്യങ്ങളും നേരത്തെയാണ്. ഇത്തവണ റീനീറ്റ് നടന്നു, റിസൾട്ട് ഡിലേ ആയി. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ഉണ്ടാവുമെങ്കിലും ഏകദേശം ഈ ഡേറ്റുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ മാക്സിമം ശ്രമിക്കുന്നതാണ്. എനിവേ ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നാൽ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓൾ ഇന്ത്യയുടെ ഓപ്ഷൻ രജിസ്ട്രേഷനാണ് ആദ്യം നടക്കുക. ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എവിടേക്കാണ്? ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ. ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാരിറ്റി വന്നല്ലോ. മുഴുവൻ സീറ്റുകളുടെ 85% സീറ്റുകൾ സ്റ്റേറ്റിലേക്കും 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളുമാണ്. ഇത് സ്റ്റേറ്റ് കോട്ട, വരച്ചപ്പോ മാറിപ്പോയോ? യെസ്, ഇത് സ്റ്റേറ്റ് കോട്ട, ഇത് ഓൾ ഇന്ത്യ കോട്ട. അപ്പൊ എന്താണ് പ്രത്യേകത? എന്താണ് പ്രത്യേകത? ഈ 85% സീറ്റുകൾ കേരളത്തിന്റെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്, കേരളത്തിലെ സീറ്റുകൾ. എന്നാൽ ഈ 15% സീറ്റുകൾ, ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 15% സീറ്റ്, കോട്ടയത്തെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ട സീറ്റാ. ഇന്ത്യയിലെ ഏത് കുട്ടിക്കും, നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏത് കുട്ടിക്കും എന്ത് ചെയ്യാം? ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് കേരളത്തിന്റെ സീറ്റാണ്, ഇതാണ് വ്യത്യാസം. എന്നാൽ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ മാത്രമാണോ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി ഫില്ല് ചെയ്യപ്പെടുക? അല്ല. ജിപ്മറിലെ സീറ്റും AFMCയിലെ സീറ്റും എയിംസിലെ സീറ്റും ഒക്കെ ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയാണ് ഫില്ല് ചെയ്യപ്പെടുക. അപ്പൊ 2 തരം കൗൺസിലിംഗ് ഉണ്ട്. നമ്മൾ രണ്ടിലും എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, രണ്ടിലും നമ്മൾ പങ്കെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം പോസിബിലിറ്റി, സാധ്യതകൾ കിട്ടത്തുള്ളൂ. കർണാടകയിലെ 15% സീറ്റിലേക്കും നിങ്ങൾക്ക് കൊടുക്കാം, തമിഴ്നാട്ടിലെ 15% ഗവൺമെന്റ് സീറ്റുകളിലേക്കും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ അത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. റെഡി അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അത്രയധികം ഡൗട്ട്സ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്പറിൽ വരുന്നത്. അതിൽ മാക്സിമം ക്ലിയർ ചെയ്യുന്നുണ്ട് മക്കളെ. യെസ്, എനിവേ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.